നമസ്കാരം. സന്ധികളെ ബാധിക്കുന്ന ഒരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് രോഗമാണ് ഗൗട്ട്. രക്തത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്നത് മൂലം ക്രിസ്റ്റലുകളായി കാലിലെ പെരുവിരലിന്റെ സന്ധികളിൽ അടിഞ്ഞുകൂടുകയാണ് ഗൗട്ട് രോഗത്തിലുണ്ടാകുന്നത്. ഇന്ന് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ രാജ്കിരണാണ് നമ്മുടെ അതിഥിയായി എത്തുന്നത്. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. നമസ്കാരം ഡോക്ടർ, അതായത് ഈ പെട്ടെന്നുള്ള അതികഠിനമായ വേദനയോടെയൊക്കെയാണ് ഈ ഗൗട്ട് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ആദ്യം തന്നെ എന്താണ് ഗൗട്ട് എന്ന് പറഞ്ഞു തുടങ്ങാം. ഗൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ യൂറിക് ആസിഡ് ലെവൽ, ബോഡിയിലെ യൂറിക് ആസിഡ് ലെവൽ കൂടുമ്പോൾ യൂറിക് ആസിഡ് ക്രിസ്റ്റലായി മാറി ഈ ജോയിന്റിന്റെ ബേസിൽ വന്ന് അടിഞ്ഞുകൂടി ജോയിന്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് ഈ ഗൗട്ട് എന്ന് പറയുന്നത്. അത് യൂഷ്വലി പറഞ്ഞാൽ പ്രീഡിസ്പോസിങ് ഫാക്ടർ ഉണ്ടാവും, അവർക്കൊരു ഫാമിലി ഹിസ്റ്ററിയോ അങ്ങനെ എന്തെങ്കിലും ജനറ്റിക് പരമായ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഗൗട്ടിന്റെ പ്രോബ്ലം സ്റ്റാർട്ടായി വരുന്നത്. അതുപോലെ തന്നെ ഈ വിരലുകളിൽ അടിഞ്ഞുകൂടുന്ന ഈ രീതിയാണല്ലോ, അപ്പോൾ എങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയാൻ പറ്റുന്നത്? അല്ലെങ്കിൽ അത് ഏതൊക്കെ പ്രായത്തിലുള്ള, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും, ഏതൊക്കെ പ്രായത്തിലാണ് ഇത് കാണപ്പെടുന്നത്, അങ്ങനെ നമുക്ക് പറയാനുണ്ടോ? ഇത് പ്രായത്തിലേക്കല്ല, ഇത് ഏത് പ്രായത്തിലും എഫക്ട് ചെയ്യാം. യൂഷ്വലി കാണുന്നത് ആണുങ്ങളിലാണ്, മെയിൽസ് മോർ ദാൻ ഫീമെയിൽ ആണ്. പിന്നെ പ്രായം എന്ന് പറഞ്ഞാൽ കുറച്ച് ഏജ്, അത് ലൈഫ് സ്റ്റൈലും പോലെ ഇരിക്കും. അത് ഓരോ ആൾക്കാരെ ജീനും ലൈഫ് സ്റ്റൈലും പോലെ ഇരിക്കും ഈ ഗൗട്ടിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഗൗട്ട് എന്ന് പറഞ്ഞാൽ പെരുവിരലുകൾ മാത്രമല്ല, ഏത് ജോയിന്റിനെ വേണമെങ്കിലും എഫക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഈ ഷോൾഡർ ആയാലും മുട്ടായാലും ആംഗിൾ ആയാലും എൽബോ ആയാലും ഏത് ജോയിന്റിലും ഗൗട്ടിന്റെ സിംറ്റംസ് കണ്ടുവരുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ കാലിന് മാത്രമല്ല ഷോൾഡറിൽ ഉൾപ്പെടെ കാണപ്പെടുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് പ്രധാനമായിട്ടും ഈ സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ പുരുഷന്മാർക്കാണ് ഇത് കൂടുതൽ വരുന്നതെന്നും പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ തരത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണെന്നൊന്ന് വിശദമായി പറയുമോ? ഏതൊക്കെ ഭാഗങ്ങളായെന്ന് പറഞ്ഞാൽ യൂഷ്വലി കാണുന്നത് നമ്മളെ തള്ളവിരലിലാണ്, പെരുവിരലിലാണ് ആദ്യം കാണുന്നത്. അത് ആദ്യം തന്നെ എന്താന്ന് പറഞ്ഞാൽ വന്ന ഉടനെ കാണുന്നത് ഒരു റെഡ് കളർ അല്ലെങ്കിൽ ഒരു സ്വെല്ലിംഗ്, നീര് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത്. അതായത് ഈ യൂറിക് ആസിഡ് ലെവൽ മോർ ദാൻ 7 ആയാൽ മാത്രമാണ് യൂഷ്വലി ഈ സിംറ്റംസ് ഒക്കെ കാണുന്നത്. ഷോൾഡറിലൊക്കെ ആണെങ്കിൽ ഷോൾഡറിലാവാം, ഷോൾഡറിലായി അത് നമ്മളെ റൊട്ടേറ്റർ കഫിനെയൊക്കെ ബാധിക്കാം. അത് എന്നിട്ട് റൊട്ടേറ്റർ കഫ് ഡിഫക്ട്സ് ആവാം. അങ്ങനെ കുറെ ഈ ജോയിന്റ് പിന്നെ കണ്ടീഷൻ പോലെ ഇരിക്കും. അത് ചിലപ്പോൾ എക്യൂട്ട് ആവാം, ക്രോണിക് ആവാം. അത് ഏത് കണ്ടീഷൻ ആണോ അതിനനുസരിച്ചായിരിക്കും അതിന്റെ സിംറ്റംസും ഉണ്ടാകുമ്പോൾ. ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞു ഇത് ഭക്ഷണം അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇത് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞല്ലോ, യൂറിക് ആസിഡിന്റെ കുറവ് മൂലം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഏതൊക്കെ കാരണങ്ങൾ, ഇതിന് എന്തൊക്കെ കാരണങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? യൂഷ്വലി ആദ്യം പറഞ്ഞത് ജനറ്റിക് പ്രീഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഫാമിലി ഹിസ്റ്ററി ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ആദ്യമായിട്ട് പറയേണ്ടത് അതാണ്. രണ്ടാമത് പറഞ്ഞാൽ അമിതമായ വെയിറ്റ് ഗെയിൻ, അതായത് തടി കൂടുന്നത്. പിന്നെ പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്. അതാണ് ഈ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ആണ് മെയിനായി ഈ ഗൗട്ടിന്റെ മെയിൻ റീസൺസ് എന്ന് പറഞ്ഞാൽ. പിന്നെ പറഞ്ഞാൽ ഈ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ഈ യൂഷ്വലി ജനറ്റിക് ഈ കണ്ടീഷനുള്ള ആൾക്കാർക്ക് ഈ ചെറിയ ഫുഡ് കഴിക്കുമ്പോൾ അത് യൂറിക് ആസിഡ് ലെവൽ കൂടുന്നതൊന്നും മാത്രമേ ഇല്ലൂ. അതല്ലാതെ ഈ ഫുഡ് കഴിച്ചുകൊണ്ട് യൂറിക് ആസിഡ് പ്രോബ്ലം വന്നെന്ന് ഒരിക്കലും ഉണ്ടാവുന്നതല്ല. സോ അവർക്ക് ജന്മന ആ മെറ്റബോളിക് ഡിസോർഡർ ഇല്ലോണ്ടാണ് ഈ ഗൗട്ടിൽ നിന്ന് പ്രോബ്ലം ഉള്ളത്. ഇപ്പോൾ ഡോക്ടർ ജന്മന സംഭവിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ കഴിയുന്നത്? ഇങ്ങനത്തെ ഈ ഗൗട്ട് വരുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ ഒരു കുറവ് നമുക്കറിയാൻ അങ്ങനെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ, ജന്മനയാണെങ്കിൽ പോലും? യൂഷ്വലി അത് ഇല്ല. അത് പ്യൂരിൻ മെറ്റബോളിസം പറഞ്ഞ ഒരു ഡിഫക്റ്റ് കൊണ്ടാണ് യൂഷ്വലി കണ്ടുവരുന്നത്. യൂഷ്വലി ഫാമിലി ഹിസ്റ്ററി, ഇപ്പോൾ അച്ഛനായാലും അമ്മയായാലും അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനായാലും ഉണ്ടാവുന്നതാണ്. അത് അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി കണ്ടുവരുന്നത്. അല്ലാതെ യൂഷ്വലി അത് പിന്നെ ജോയിന്റ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഡയഗ്നോസിസ് പോസിബിൾ ആയി കണ്ടുപിടിക്കാൻ പറ്റൂ. ഇപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ അതൊരു അപകടകാരിയാണോ, അങ്ങനെ നമുക്ക് പറയാനുണ്ടോ? അതൊരു പേടിക്കേണ്ട ഒന്നാണോ? അത് വലിയ രീതിയിലുള്ള വേദനയോട് കൂടിയാണ് ഇത് വരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഇത് വലിയൊരു അപകടകാരിയാണോ? ഇത് പേടിക്കേണ്ട തരത്തിലേക്കുള്ള ഒരു രോഗമാണോ ഇത്? അത് കാരണം നമ്മൾ കണ്ടുവരുന്ന കേസസ് എല്ലാം ഒരു അക്യൂട്ട് കേസ്, അതായത് ഒരു 5-10 ദിവസം കഴിയുമ്പോൾ ഇൻഫ്ലമേഷൻ, ആ നീര് കുറഞ്ഞു കഴിയുമ്പോൾ വേദന കുറയുന്ന കേസസ് ആണ്. പക്ഷേ ഈ ലോങ് ടൈം കോംപ്ലിക്കേഷനും ലോങ് ടൈം ഇല്ല എഫക്ട്സും കുറേ ഇല്ല കേസാണ് ഈ ഗൗട്ട് എന്ന് പറയുന്നത്. അതായത് ഈ ഗൗട്ട് ക്രോണിക് കണ്ടീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ നമുക്ക് കിഡ്നി ഡാമേജ് ആവാം, അല്ലെങ്കിൽ നമുക്ക് കിഡ്നി സ്റ്റോൺസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മളെ ഓർഗൻ ഡാമേജസ് ഉണ്ടാക്കുന്നത് മെയിനായി ഗൗട്ടിൽ കണ്ടുവരുന്നത്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ ഭക്ഷണത്തിലൂടെയും ഇത് സംഭവിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഭക്ഷണത്തിലൂടെയാണ് ഇത് വരാൻ സാധ്യതയുള്ളത്? ഭക്ഷണം പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ നമ്മൾ
ഈ പ്യൂരിൻ റിച്ച് ഫുഡ്, അതായത് ഈ റെഡ് മീറ്റ്, ഈ ബീഫും മട്ടനും, പിന്നെ പറഞ്ഞാൽ ഈ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഉലുവ, അങ്ങനത്തെ ധാന്യങ്ങൾ പറഞ്ഞാൽ ഉലുവ പോത്തത്, പിന്നെ പറഞ്ഞാൽ ഈ മീറ്റ് ആണ് മെയിൻ. പിന്നെ ഈ ചെറിയ മീനുകൾ, അതായത് ചെറിയ മീനുകളെല്ലാം യൂഷ്വലി കണ്ടുവരുന്ന നമ്മളെ അയില, മത്തി, മാക്രൽ ആൻഡ് സാഡൻ, ഇതാണ് ഏറ്റവും കോമൺ കോഴ്സ്. പിന്നെ വരുന്നതാണ് ഷെൽഫിഷ് ആയത് ചെമ്മീൻ, ഈ പ്രോൺസും ഇതൊക്കെ പറഞ്ഞാൽ ഈ യൂറിക് ആസിഡ് ലെവൽ കൂട്ടുന്ന മെയിൻ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇത് വരുമ്പോൾ, ഈ രോഗം വരുമ്പോൾ ഭക്ഷണത്തിലൂടെ തന്നെ വരുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് എത്ര നാൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ ജനറ്റിക് ആയിട്ട് വരുമ്പോൾ ഇത് അറിയാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ ആ രീതിയിലേക്ക് പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ, ഇത് എത്ര സമയമെടുത്താണ് ഇത്രയും വലിയൊരു രീതിയിലേക്ക്, അല്ലെങ്കിൽ വലിയൊരു വേദനയോട് കൂടി വരുന്നത്? അതോ ആദ്യം തന്നെ ഇത് വേദനയോട് കൂടി തന്നെയാണോ വരുന്നത്? ഇത് യൂഷ്വലി യൂറിക് ക്രിസ്റ്റൽസ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അടിഞ്ഞ് മെല്ലനെ ഈ ജോയിന്റിലേക്ക് അടിഞ്ഞുകൂടി ആ ജോയിന്റ് മെല്ലനെ ഡാമേജ് ചെയ്തിട്ട് അതിന്റെ സിംറ്റംസ് അന്നാരാണ് കാണിച്ചു കൂടുന്നത്. ഇത് യൂഷ്വലി മുന്നേ ഇപ്പൊ എത്ര കാലമാണോ അത് ഓരോ പേഷ്യൻസിനും അവരുടേതായ സിംറ്റംസ് പോലെ ഇരിക്കും, അതായത് കണ്ടീഷൻ പോലെ ഇരിക്കും. ചില ആൾക്കാർക്ക് അത് മാസങ്ങളാവാം, ചില ആൾക്കാർക്ക് അത് ദിവസങ്ങളാവാം. പിന്നെ ഒരു അനദർ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ആൽക്കഹോൾ കണ്ടന്റും ഈ സോഡ ഡ്രിങ്ക്സും ആയ, ഷുഗർ കോട്ടഡ് ഡ്രിങ്ക്സ് ആയ, അതാണ് അനദർ റീസൺ ഈ ഗൗട്ട് മെയിൻ കോസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ ഡോക്ടർ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ ആ ഭക്ഷണങ്ങളൊക്കെ മാറ്റുക അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ചാൽ ഒരു പക്ഷേ ഇത് വരാതിരിക്കും. പക്ഷേ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഇത് വരാതിരിക്കാൻ? യൂഷ്വലി നമ്മളെ ലൈഫ് സ്റ്റൈലാണ് മോഡിഫൈ ചെയ്യേണ്ടത്. അതായത് ഗുഡ് ഹാബിറ്റ്സ്, ഗുഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്, പിന്നെ നടക്കാണ്, വെയിറ്റ് റിഡക്ഷൻ, പിന്നെ എക്സസൈസ്, ഫിസിക്കൽ ആക്ടിവിറ്റി, ഇതൊക്കെയാണ് മെയിൻ അതർ റീസൺ. പിന്നെ ആൽക്കഹോൾ കൺസപ്ഷൻ കുറക്കുന്നത്, ഇതൊക്കെയാണ് നമുക്ക് മെയിനായി ചെയ്യാൻ പറ്റുന്നത് ഈ ഗൗട്ട് ഉണ്ടെങ്കിലും ഗൗട്ടിന്റെ ഇന്റൻസിറ്റി കുറക്കാൻ വേണ്ടി. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഇത് സീരിയസ് ആയിട്ടുള്ളൊരിനാണോ എന്ന് ഞാൻ ചോദിച്ചതുപോലെ തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഇത് രോഗം വന്നു കഴിഞ്ഞാൽ ഈ വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം, മരണം വരെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയാണോ ഇതിലുള്ളത്? മരണം എന്ന് പറയാനില്ല, പക്ഷെ നമ്മൾ ഓർഗൻ ഫെയിലിയറിന്റെ ചാൻസസ് കുറെ കണ്ടുവരുന്നുണ്ട്. കുറെ യൂഷ്വലി കണ്ടുവരുന്നത് ഈ കിഡ്നിയിലാണ് ഇതിന്റെ മെയിൻ എഫക്ട്സ് കണ്ടുവരുന്നത്. പിന്നെ ഇത് ക്രോണിക് കേസസിലേക്ക് പോയാൽ ജോയിന്റ് മൊത്തമായി ഡാമേജ് ചെയ്ത് നടക്കാൻ പറ്റാത്ത പോലെ കണ്ടീഷൻസും കണ്ടുവരുന്നത്. ഇതിന് എത്ര തരത്തിൽ ഈ ഗൗട്ടിന് കാണപ്പെടും? ഏതൊക്കെ രീതിയിലാണ്? ഇപ്പൊ പുരുഷന്മാർക്ക് മാത്രമായിട്ടും കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ കാലിൽ മാത്രമല്ല ഷോൾഡർ ഉൾപ്പെടെ വരുമെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെ രീതിയിലാണ്? ഇതുപോലെ തന്നെ ഈ വേദനയോട് കൂടി മാത്രമാണോ വരുന്നത്, അല്ലാത്ത നമ്മൾ അറിയാതെ പോകുന്ന തരത്തിലേക്കും ഇത് വരാറുണ്ടോ? യൂഷ്വലി ആദ്യം മൈൽഡ് ആയ കണ്ടീഷൻസ് യൂഷ്വലി സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അവർ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് അവർ ഫോം ചെയ്യുന്നുണ്ടാവും, പക്ഷെ സിംറ്റംസ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ യൂഷ്വലി നോട്ടീസ് ചെയ്യുന്നത് എക്യൂട്ട് അറ്റാക്കിലാണ് നമ്മൾ എപ്പോഴും കണ്ടുവരുന്നത്. ഇത് മെയിൻലി 2 ടൈപ്പാണ്, ഒന്ന് എക്യൂട്ട് ഗൗട്ടും ഒന്ന് ക്രോണിക് ഗൗട്ടും. അത് യൂഷ്വലി നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് എക്യൂട്ട് കണ്ടീഷനിലാണ്. അതായത് ഈ റെഡ്നെസ്, സ്വെല്ലിംഗ് ഇതൊക്കെ കണ്ടുവരുമ്പോഴാണ് നമ്മൾ ഗൗട്ട് ആണെന്ന് എപ്പോഴും പറയുന്നത്. പക്ഷെ യൂഷ്വലി വേറൊരു സെറ്റ് ഓഫ് ആൾക്കാർ, കോമൺലി ഒരു ഓൾഡ് ഏജിലുള്ള ആൾക്കാർക്ക് ക്രോണിക് ഗൗട്ട് ആണ് ഉണ്ടാവുക. അവർക്ക് കാലങ്ങളായി ജോയിന്റ് ഡാമേജ് ആയി നടക്കാനും മുട്ടിലും എല്ലാം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. അത് യൂഷ്വലി കണ്ടുവരുന്നത് ക്രോണിക് ഗൗട്ടിൽ. ഇതിനൊരു ചികിത്സാ രീതികൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ മരുന്നുകളാണ് ഇത് വന്നു കഴിഞ്ഞാൽ നൽകുന്നത്? യൂഷ്വലി നമ്മൾ കൊടുത്തു വരുന്നത് ആദ്യം നമ്മൾ കൊടുത്തു വരുന്നത് പെയിൻ മാനേജ്മെന്റിനാണ്. പെയിൻ മാനേജ്മെന്റ് പറഞ്ഞാൽ നമ്മൾ NSAIDs അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് നമ്മൾ കൊടുത്തു നോക്കും. അതിന്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കാൻ പറ്റുന്നതാണ് ഈ നീര് കുറയ്ക്കാൻ, സ്വെല്ലിംഗ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സ്റ്റിറോയിഡ്സ് കൊടുക്കുന്നതാണ്. അതിന്റെ കൂടെ തന്നെ കുറച്ച് ഇമ്യൂൺ മൊബിലൈസേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കോൾജിസിൻസ് കൊടുക്കും. അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഫെബിസ്റ്റാറ്റ് കൊടുക്കും. അതൊക്കെ യൂഷ്വലി 1 മാസത്തോളം കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ അതിന്റെ ലെവൽ അനുസരിച്ച് നമ്മൾ അത് ടേപ്പർ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഈ ഗൗട്ട് എന്ന് പറയുമ്പോൾ ഇത് ചെറിയ രീതിയിലുള്ള നീരും വലിയ വേദനയും വരുന്നതാണോ ഇത്, അതോ വലിയ രീതിയിൽ തന്നെ ബൾജ് ചെയ്ത് ആദ്യ സമയം തന്നെ വരുന്നതിനെയാണോ നമ്മളിതിനെ ഗൗട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്? ഈ ചെറിയൊരു നീരും വേദനയും വരുമ്പോൾ എപ്പോഴും എല്ലാ സമയത്തും അത് ഗൗട്ട് തന്നെ ആവാനും സാധ്യതയുണ്ടോ? ചെറിയ നീര് മാത്രമല്ല, അത് ഡാമേജ് കുറെ കാലങ്ങൾ, അതായത് കുറെ വർഷങ്ങൾ ബാക്ക് ടു ബാക്ക് ഇൻഫെക്ഷൻ അല്ല, ക്രിസ്റ്റൽസ് വന്ന് ഡെപ്പോസിറ്റ് വന്ന് എഫക്ട് ചെയ്താൽ അത് യൂഷ്വലി അതൊരു വലിയ തരമായ ഫുൾ ഡാമേജ് മൊത്തമായി ഡിസ്ട്രോയ് ചെയ്ത എഫക്ട് കണ്ടുവരുന്നതുണ്ട്. യൂഷ്വലി നമ്മൾ മുട്ടിന് വരെ വന്നിട്ട് ജോയിന്റ് റിപ്ലേസ്മെന്റ് സർജറീസ് വരെ ചെയ്യേണ്ട അവസ്ഥ ഗൗട്ടിനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു.
ഇത് എത്ര ദിവസം വരെ ഇത് നീണ്ടു നിൽക്കും? ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസത്തോളം ഈ വേദന ഉണ്ടാവും? ഇപ്പോൾ ചികിത്സ രീതികൾ ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു, ആ മരുന്നിൻ്റെ ആ ഒരു അത്രയും സമയം വരെയും ഈ ഇത്രത്തോളം തന്നെ നീരും അത്രയും തന്നെ വേദനയും ഉണ്ടാകുമോ? നീരും വേദനയും അത് പേഷ്യന്റിന്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. യൂഷ്വലി നമ്മൾ ഷോർട്ട് കോഴ്സ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഒരു 2 വീക്സ് ആണ് മെയിൻലി കൊടുക്കുന്നത്. 2 വീക്സ് കൊടുത്തു കഴിഞ്ഞ് യൂഷ്വലി യൂറിക് ആസിഡ് ലെവൽ, അതായത് അക്യൂട്ട് കേസസിലാണ് മെയിൻലി ഞാൻ പറഞ്ഞു വരുന്നത്. അക്യൂട്ട് കേസസിൽ 2 വീക്സ് കൊടുക്കുമ്പോൾ തന്നെ യൂറിക് ആസിഡ് ലെവൽ ഒന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ അത് നമ്മൾ മെയിൻ്റെനൻസ് ഡോസ് മാത്രം കൊടുത്ത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുന്നതാണ് പൊതുവെ. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. അതായത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഈ വെയിറ്റ് റിഡക്ഷൻ, അതായത് ഭക്ഷണം ക്രമീകരണം, അങ്ങനെ എല്ലാം ചെയ്ത് നോക്കിയാലേ ഇത് സമ്പൂർണ്ണമായി സിംറ്റം ഫ്രീ ആയി മാറും. അതുപോലെ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ തന്നെ ഡോക്ടറിനെ സമീപിക്കണം? ഇത് വന്നു കഴിയുമ്പോൾ തന്നെ ആദ്യമായിട്ട് നമ്മൾ എല്ലാം നോട്ടീസ് ചെയ്യുന്നത് അക്യൂട്ട് കേസിലാണ്. ഏറ്റവും ഫസ്റ്റ് വരുന്ന ഈ റെഡ് കളർ വരുന്നതും ചുവന്ന കളറും നീരും വരുമ്പോഴാണ് നമ്മൾ എപ്പോഴും നോട്ടീസ് ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ അത് വന്നു പോയാൽ തന്നെ നമ്മൾ മാക്സിമം ആദ്യം എല്ലാവരും പെയിൻ കില്ലർ കഴിച്ച് നോക്കും. എനിക്ക് ഇംപ്രൂവ് ആവുന്നില്ലെങ്കിൽ നമ്മൾ അന്നേരം തന്നെ ഡോക്ടറെ വന്ന് കാണിക്കേണ്ടതാണ്. കാരണം ഇത് മെഡിസിൻസ് എടുക്കാതെ അല്ലെങ്കിൽ അഗ്രവേറ്റിംഗ് ഫാക്ടർ കുറക്കാതെ പെയിൻ കുറയുന്നതല്ല. ഈ ഡോക്ടറിനെ കാണുന്നതിന് മുൻപ് തന്നെ ഈ വീട്ടിൽ എന്തെങ്കിലും രീതിയിൽ ഈ ചികിത്സ നൽകാനുള്ളതായിട്ടുണ്ടോ? കാരണം വേദന ഒന്ന് കുറയ്ക്കാനെങ്കിലും അങ്ങനെ എന്തെങ്കിലും റെമഡി ഉണ്ടോ? നമുക്ക് യൂഷ്വലി ചെയ്യാൻ പറ്റുന്നതാണ് റെസ്റ്റ് ആൻഡ് ഐസ് അപ്ലിക്കേഷൻ. അത് മെയിൻലി ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് കാലാണെങ്കിൽ ഇപ്പം കാലിന്റെ പെരുവിരലാണെങ്കിൽ നമ്മൾ കാല് ഉയർത്തി വെക്കുക, എന്നിട്ട് ഐസ് പാക്സ് ആൻഡ് കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അത് യൂഷ്വലി നീരും ഈ വേദനയും കുറക്കുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഇത് പുരുഷന്മാർക്കാണ് കൂടുതലും വരുന്നതെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് നമുക്കത് പറയാനുണ്ടോ? ഈ പ്രായമായവർക്കാണ് ഇത് കൂടുതൽ വരുന്നത് എന്നുള്ളതാണോ? അതോ ഇപ്പോഴത്തെ ഒരു സമയത്ത് ഈ ഭക്ഷണ രീതി അല്ലെങ്കിൽ ജീവിത രീതിയൊക്കെ മാറുന്നതിൻ്റെ ഒരു സാഹചര്യത്തിൽ കൂടി ഈ ചെറുപ്പക്കാർക്ക് ഉൾപ്പെടെ ഇത് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? അത് ഏത് ഏജിലും വേണമെങ്കിലും വരാം. അങ്ങനെ പ്രായം ഉണ്ടാവണമെന്നൊന്നുമില്ല. അതായത് ഇപ്പം യൂഷ്വലി കണ്ടുവരുന്നത് യങ്സ്റ്റേഴ്സിലാണ്. ഓൾറെഡി അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും അതെല്ലാം കണ്ടുവരുന്നത് യങ്സ്റ്റേഴ്സിൽ തന്നെയാണ് മെയിൻലി. ഏജ് ആയ വലിയ കോമൺ ഫൈൻഡിങ്സ് ഒന്നുമില്ല. അതൊക്കെ പണ്ട് പറയുന്ന പോലെ. അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ യൂറിക് ആസിഡിൻ്റെ കുറയുന്നതാണല്ലോ ഇത് ഇങ്ങനെ വരാനുള്ളൊരു കാരണമായി പറയുന്നത്. അപ്പോൾ യൂറിക് ആസിഡ് കുറയുന്നത് അറിയാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? അതുപോലെ തന്നെ അത് വർദ്ധിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? യൂറിക് ആസിഡ് കൂടുന്നതാണ് മെയിൻ പ്രോബ്ലം. കുറയ്ക്കാൻ വേണ്ടിയതാണ് നമ്മൾ യൂഷ്വലി ബ്ലഡ് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാറ്. പിന്നെ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ സൈനോവിൽ ഫ്ലൂയിഡ്, അതായത് ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ജോയിന്റിൽ വന്നാൽ നമ്മൾ ആ ക്രിസ്റ്റൽ എടുത്തിട്ട് ക്രിസ്റ്റൽ ബോഡിയിൽ നിന്ന് ആസ്പിറേറ്റ് ചെയ്ത് നമ്മളത് ടെസ്റ്റിന് വിടുന്നതാണ് പൊതുവെ ചെയ്യുന്ന 2 ടെസ്റ്റുകൾ. ഇത് ഈ പറഞ്ഞതുപോലെ ഈ നമ്മുടെ കാലിലാണ് ഇത് അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാ വിരലിലും ഇത് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? അത് ഒരു വിരലിൽ മാത്രമാണ് ഇത് കാണപ്പെടുന്നത് എന്നാണോ നമുക്ക് പറയേണ്ടത്? ഇല്ല, അത് യൂഷ്വലി കണ്ടുവരുന്നത് ഹീൽസിലോ അല്ലെങ്കിൽ നമ്മള് ഗ്രേറ്റ് ടോ അല്ലെങ്കിൽ പെരുവിരലിലാണ്. പക്ഷെ ഏത് ജോയിന്റ്സിലും വേണമെങ്കിൽ വരാം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എൽബോയിലാവാം, ഷോൾഡറിലാവാം, റിസ്റ്റിലാവാം, ഏത് ജോയിന്റ്സിലും വേണമെങ്കിൽ എഫക്ട് ചെയ്യുന്നതാണ്. ഈ സന്ധിവാദം എന്ന് പറഞ്ഞാൽ ഏത് ജോയിന്റ്സിലും എഫക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സ്മോൾ ആയാലും ലാർജ് ജോയിന്റ്സ് ആയാലും ഏതിനും വേണമെങ്കിൽ എഫക്റ്റ് ആവും. അതുപോലെ തന്നെ ഈ മസിലിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ നീര് വരുന്നതും വലിയ വേദന വരുന്നതും അതെല്ലാം ഈ ഗൗട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണോ? അല്ല, ഇത് ജോയിന്റ്സിന് മാത്രമേ യൂഷ്വലി എഫക്റ്റ് ആവൂ. അങ്ങനെ മസിൽ വേദന വരുന്നത് വേറെ തന്നെ ഒരു ഇതാണ്. അത് ഗൗട്ടായി പ്രഖ്യാപിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ നമുക്ക് വീട്ടിൽ തന്നെ ഈ വേദന വരുമ്പോൾ നമുക്ക് തണുപ്പ് വെക്കാന്ന് പറഞ്ഞത്. സാധാരണ നമ്മളിങ്ങനെ വേദന വരുമ്പോൾ ഇങ്ങനെ ചൂട് വെക്കുമ്പോൾ അതിനൊരു ആശ്വാസം വരാറുണ്ട്. അത് ചെയ്യാൻ പാടുണ്ടോ? കാരണം തണുപ്പ് മാത്രമാണോ വെക്കേണ്ടത്? ചൂട് വെക്കുമ്പോൾ അതിൻ്റെ വേദന കൂടാനാണോ സാധ്യത? യൂഷ്വലി പറഞ്ഞാൽ നമ്മളൊരു അക്യൂട്ട് കണ്ടീഷനിൽ ആദ്യം തന്നെ നീര് കുറയാൻ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഐസ് അപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ഐസാണ് നമ്മളെ നെർവ് എൻഡിങ്സിനെ കുറച്ച് തണുപ്പാണ് മെയിൻലി ഈ പെയിൻ കുറക്കാനും സ്വെല്ലിംഗ് കുറക്കാനും യൂഷ്വലി നമ്മൾ അക്യൂട്ട് കേസസിന് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വേണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് യൂഷ്വലി നമ്മൾ ചൂട് അപ്ലിക്കേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടറിന് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഗൗട്ടുമായി ബന്ധപ്പെട്ടുള്ള രോഗികളോട് പറയാനുള്ളൊരു നിർദ്ദേശം എന്താണ് ഡോക്ടറിന്? കാരണം ഇപ്പോഴത്തെ ഈ സമയത്ത് ഇത് കൂടുതലായി വരാനുള്ളൊരു സാധ്യതയാണോ ഉള്ളത്? അതുപോലെ തന്നെ ഇത് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ പറഞ്ഞാൽ യൂഷ്വലി വെയിറ്റ് റിഡക്ഷൻ, നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാം, പിന്നെ നമുക്ക് പറ്റുന്നിടത്തൊക്കെ നമ്മൾ ഫിസിക്കലി ആക്റ്റീവായി ജീവിക്കാം. പിന്നെ ഫുഡ് ഹാബിറ്റ്സ് ആണ് മെയിനായി കൺട്രോൾ ചെയ്യേണ്ട ഒരു സാധനം. അത് നമ്മളെപ്പോഴും ബാക്ക് ഓഫ് ദ മൈൻഡ് ആലോചിച്ച് വെച്ചാൽ അത്രയും നല്ലത്. ശരി, എന്തായാലും ഗൗട്ട് എന്ന ആ ഒരു രോഗാവസ്ഥയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് നമുക്കിന്ന് പറഞ്ഞു തന്നത്. നമുക്കിത് പറഞ്ഞു തരാനായി തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജനായിട്ടുള്ള ഡോക്ടർ രാജ്കിരണാണ് നമ്മുടെ അതിഥിയായി എത്തിയത്. ഡോക്ടർ, വളരെ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിന്. താങ്ക് യു സോ മച്ച്. ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.